നോയ്സ് പുറത്തിറക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ 𝗙𝗔𝗥𝗘𝗃 എന്ന ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ബോക്സിന് മുകളിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ലൊക്കേഷൻ ട്രാക്കിംഗ്, വീഡിയോ കോളിംഗ്, സേഫ് സോൺ ഫെൻസിംഗ് അതെല്ലാം ഈ ഒരു വാച്ചിന്റെ ഭാഗമാണ്. ഈ ഒരു സ്മാർട്ട് വാച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ അവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, അവരുടെ ചാറ്റ് ചെയ്യാനായിട്ട് പറ്റും, കോൾ ചെയ്യാനായിട്ട് പറ്റും, വോയിസ് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും, ഈവൻ വീഡിയോ കോൾ വരെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കിഡിലൻ സ്മാർട്ട് വാച്ചിന്റെ റിവ്യൂ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുട്ടികളുടെ സേഫ്റ്റിയെക്കുറിച്ച് കൺസേൺ ആയിരിക്കുന്ന പേരൻസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. ഈ ഒരു വാച്ച് ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. 5999 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. ഈ ഒരു വാച്ച് ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. AbdulRasheedMukkam ലിങ്ക്ട്രീൽസ് എന്നാലും ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും ഡീറ്റെയിൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു വാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വളരെ ക്വിക്കായിട്ട് കാണാം. ഈ ഒരു വാച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫീച്ചേഴ്സാണ് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ലൊക്കേഷൻ ട്രാക്കിംഗ്, സേഫ് സോൺ ഫെൻസിങ്, വീഡിയോ കോളിംഗ്. നിങ്ങൾ ഈ വാച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്ന 3 ഫീച്ചേഴ്സ് കൂടെയാണത്. IP68 റേറ്റിംഗോട് കൂടിയാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. കാരണം കുട്ടികൾ റഫായിട്ടൊക്കെ വാച്ച് യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ അതുപോലെ ഡസ്റ്റ് ഇത് രണ്ടും ഈ ഒരു വാച്ച് റെസിസ്റ്റ് ചെയ്യുന്നതാണ്. നോയ്സിന്റെ ബ്രാൻഡിംഗ് കൊടുത്തിട്ടുണ്ട്, വാച്ചിന്റെ കിഡിലനായിട്ടുള്ള ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. 𝗙𝗔𝗥𝗘𝗃 എന്നാണ് വാച്ചിന്റെ പേര്. കിഡ്സ് സ്മാർട്ട് വാച്ച് ആണ്. ഈ ഒരു വശത്തേക്ക് വരുമ്പോഴും കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻബിൽട്ട് ആയിട്ട് ക്യാമറ വരുന്ന ഒരു വാച്ചാണ്. അലാംസ് റിമൈൻഡേഴ്സ് ഉണ്ട്, 3-day ബാറ്ററി പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഫൺ സൗണ്ട്സ് ഉണ്ട്, എമർജൻസി SOS അവൈലബിൾ ആണ്. സ്കൂൾ മോഡ് ഡീപ്പായിട്ട് നമുക്ക് പിന്നെ പറയാം, വോയിസ് മെസ്സേജിങ്ങും അവൈലബിൾ ആണ്. പുറകിലോട്ട് വരുമ്പോൾ വാച്ചിന്റെ മറ്റൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. 𝗙𝗵𝗁 ആപ്പ് ആണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് വിരാട് കോഹ്ലിയുടെ ഒരു നല്ല ഇമേജും കാണാനായിട്ട് പറ്റും. 2022 സ്മാർട്ട് വാച്ചസിന്റെയും ഇയർബഡ്സിന്റെയും കാര്യത്തിൽ ഇന്ത്യയിലെ ഒരു മുൻനിര ബ്രാൻഡാണ് നോയ്സ്. ഈ ഒരു ബുക്ക്ലെറ്റ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇതിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. വാച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു പോർഷനിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. കുറച്ച് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. മുതിർന്നവരൊക്കെ വാച്ച് വാങ്ങുന്ന സമയത്ത് സ്റ്റിക്കേഴ്സും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല, പക്ഷേ കിഡ്സിന് ഡെഫിനറ്റ്ലി ദേ വിൽ ലവ് ഇറ്റ്. പിന്നെ നമുക്ക് കിട്ടുന്നത് വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു QR കോഡ് സംഭവമൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതിലൊരു യൂസർ മാനുവലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൽ ആദ്യം തന്നെ കിട്ടുന്നത്. വാച്ച് ചാർജ് ചെയ്യുന്നതിനുള്ള കേബിളാണ് ഈ ഒരു കവറിലുള്ളത്. ഞാനത് വളരെ കെയർഫുൾ ആയിട്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും ഇത്തരത്തിൽ റിവ്യൂ യൂണിറ്റ്സ് ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ 50% ഓഫിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്പോയിൽ ചെയ്യാതെ റിമൂവ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇത് സ്പോയിൽ ആവണ്ടെന്ന് കരുതിയിട്ടാണ് കെയർഫുള്ളായിട്ട് മാത്രം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിലൊരു നല്ല മികച്ച ചാർജറാണ് നമുക്ക് ഈ ഒരു പാക്കിൽ കിട്ടുന്നത്. ആൻഡ് അഗെയിൻ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടൂൾ കിട്ടുന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാച്ചിൽ സിം ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സിം മാനേജ് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഒരു ടൂൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കിട്ടിയതുപോലെ തന്നെ ഞാൻ കവറിൽ വെച്ചിട്ടുണ്ട്. ആരാണ് ഈ ഒരു വാച്ച് വാങ്ങിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. സോ ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ കളർ കോംബോയാണ്, കണ്ടില്ലേ? വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂവും ചേർന്നിട്ടുള്ള ഒരു കോംബോയാണ്. സോ ഐ ഫീൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. മാത്രമല്ല ഈ ഒരു വാച്ച് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുന്നുണ്ട്. വാച്ചിൻ്റെ ഈ ഒരു ഹെഡ് വരുന്ന ഈ ഒരു ഭാഗം കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതിൽ ക്യാമറയും ബാക്കി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ്. ഒരു നോർമൽ വാച്ച് അല്ല, ഇൻബിൽട്ട് ആയിട്ട് ക്യാമറ വരുന്ന ഒരു വാച്ചാണിത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വാച്ചിൽ വീഡിയോ കോൾ സൗകര്യം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സ്ട്രാപ്പൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് ഇത്തരത്തിലൊന്ന് റിമൂവ് ചെയ്യാം. ബാറ്ററി ലൈഫിനെ പറ്റി പറയുമ്പോൾ പരമാവധി 3 ദിവസം വരെ ബാറ്ററി ലൈഫ് ഈ ഒരു വാച്ച് നൽകുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് upon ഹൗ വി യൂസ് ഇറ്റ്. നമ്മൾ ഏതൊക്കെ ഫീച്ചർ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. സ്ട്രാപ്പിൻ്റെ ഈ ഒരു രണ്ട് നല്ല ഡാർക്ക് ബ്ലൂവും ഈ ഒരു രണ്ട് ലൈറ്റ് ബ്ലൂവുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെഡ് നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്തു. വാച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്കൊരു ക്യാമറ കാണാനായിട്ട് പറ്റും. വാച്ചിൻ്റെ സ്ക്രീനിന് മുകളിലായിട്ടൊരു സ്റ്റിക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫൺ സൗണ്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് അധികം മ്യൂസിക്സ് അതുപോലെ തന്നെ കുറച്ച് സൗണ്ട് എഫക്ട്സ് ആണ് അതിലുള്ളത്. കാര്യമായിട്ട് മറ്റൊന്നുമില്ല. ആദ്യം നമുക്ക് വാച്ചിൻ്റെ ഡിസൈനെ പറ്റി പറയാം. നല്ല കിഡിലൻ സ്റ്റൈൽ ആൻഡ് ലുക്കിലാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. ഐ എം ഷുവർ ദാറ്റ് കിഡ്സ് വിൽ ലവ് ഇറ്റ്. നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ വാച്ചിന് മുകളിലായിട്ട് ക്യാമറ കാണാനായിട്ട് പറ്റും. ഈ ഒരു എൻഡിലായിട്ട് നിങ്ങൾക്ക് ഒരു സ്പീക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ മോഡ് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു സ്കൂൾ മോഡ് പേരൻസിന് മാത്രമേ എനേബിൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതായത് മൊബൈൽ ആപ്പിലൂടെ 𝗙𝗵𝗁 ആപ്പിലൂടെ മാത്രമേ എനേബിൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ഈ ഒരു വാച്ചിൽ സമയം മാത്രമേ കാണാൻ ഒക്കുകയുള്ളൂ. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒന്നും പ്രവർത്തിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ ഒരു വാച്ച് സ്കൂളിലേക്ക് വെയർ ചെയ്തുകൊണ്ട് അവർ മിസ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന കാര്യമൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം സമയം മാത്രമേ സ്കൂൾ മോഡിൽ കുട്ടികൾക്ക് ഈ ഒരു വാച്ച് വഴി ആക്സസ് ചെയ്യാനായിട്ട് പറ്റൂ. കുട്ടികൾക്ക് വിയർ ചെയ്യാനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്ട്രാപ്പ് തന്നെയാണ്. വളരെ ഹാർഡായിട്ടുള്ള സ്ട്രാപ്പല്ല, ഒരു സോഫ്റ്റ് സ്ട്രാപ്പ് തന്നെയാണ്. അപ്പോൾ കുട്ടികളുടെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് നല്ല കംഫർട്ടബിലിറ്റി ഡെഫിനറ്റ്ലി ഇത് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ആസ് എ പേരന്റ് കുട്ടികൾക്ക് എന്തെങ്കിലും വോയിസ് മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് അത് അയക്കാനായിട്ട് പറ്റും. ടെക്സ്റ്റ് ആയിട്ടും അയക്കാം, വോയിസ് ആയിട്ടൊക്കെ അയക്കാം. അതായത് വീഡിയോ കോൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ വോയിസ് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ആ ഒരു മെസ്സേജ് എത്തുന്നതാണ്. റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വാച്ച് പവർ ഓൺ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല വാച്ച് ഓൺ ചെയ്ത ശേഷം നമ്മൾ ഇതിൽ സിം ഒക്കെ
നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സിം ഇൻസേർട്ട് ചെയ്യുന്ന ഈ ഒരു ബട്ടൺ ഇപ്പോൾ ഞാൻ ലോങ് പ്രസ് ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി വാച്ച് ഇപ്പോൾ ടേൺ ഓൺ ആകും. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ചെല്ലാം വാങ്ങിച്ച ശേഷം എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഈ ഒരു ബോക്സിന് പിറകിൽ തന്നെയുണ്ട്. കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യേണ്ട മെയിൽ ID എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിലൂടെ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓണാകുന്ന സമയത്ത് ഒരു ചെറിയ മ്യൂസിക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നോയ്സിൻ്റെ ഒരു നെയിമും അതുപോലെ ബ്രാൻഡ് ലോഗോ ഒക്കെ കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു എൻഡിലായിട്ടാണ് സിം ഇൻസേർട്ട് ചെയ്യേണ്ടത്. നേരത്തെ കണ്ട ആ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പുറത്തേക്ക് എടുത്തിട്ട് വേണം നമ്മൾ സിം ഇടാനായിട്ട്. നിങ്ങളുടെ പേഴ്സണൽ പർപ്പസിന് മാത്രമല്ല, നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യവും പരിഗണിക്കാവുന്നതാണ്. കാരണം സാധാരണ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വാച്ച് അല്ല ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആരായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ദാറ്റ് ഈസ് ഫോർ ഷുവർ. വാച്ചിൻ്റെ ഫസ്റ്റ് സ്ക്രീൻ ഇങ്ങനെയാണ് വരുന്നത്. ടൈം കൊടുത്തിട്ടുണ്ട്, ചാർജ് കംപ്ലീറ്റ്ലി ഫുള്ളാണ്. മാത്രമല്ല ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഓൾസോ ഒരു ചെറിയൊരു ഇമേജും വരുന്നുണ്ട്. ഈ ഒരു വാച്ചിൽ സിം കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ആരെ വേണമെങ്കിലും കോളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ സ്കൂൾ മോഡ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ കോൾ ചെയ്യാൻ പറ്റുന്നതല്ല. സ്കൂൾ മോഡ് അല്ലാത്ത സമയത്ത് കുട്ടികൾക്ക് ഇതുവഴി കോളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവർ ഏത് നമ്പറിലേക്ക് വിളിച്ചാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വാച്ചിൽ കിട്ടുന്നതാണ്. മാത്രമല്ല ഒരു കോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഏത് നമ്പറിലേക്കാണ് വിളിച്ചത് അതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു വാച്ചിൽ നിങ്ങൾ സിം ഇട്ട് കൊടുത്തു എന്ന് കരുതി പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. അവർ മിസ്യൂസ് ചെയ്യുന്നുള്ള പേടി വേണ്ട. കാരണം അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് ആപ്പ് വഴി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. വാച്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിം ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാണുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗം നമ്മൾ ഇതിനുള്ളിലേക്ക് ഇട്ടുകൊണ്ട് ഈ ഒരു സിം ഇടുന്ന പോർഷൻ നമുക്ക് ഇത്തരത്തിൽ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഈ എൻഡ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ കത്തി എടുത്തിട്ടാണ് ഇത് റിമൂവ് ചെയ്തിട്ടുള്ളത്. വാച്ചിൽ നിന്ന് നമ്മൾ സിം ട്രേ എജക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സിം ഇതേപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി. പുഷ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി നല്ലപോലെ പുഷ് ചെയ്ത് കൊടുക്കണം. അതോടുകൂടി സിം ഇതിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് വാച്ച് ഒന്ന് പവർ ഓൺ ചെയ്യാം. ഇത് ഓൺ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു വാച്ച് ആപ്പുമായിട്ടൊന്ന് പെയർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് കാണാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഇങ്ങനെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ വാച്ചിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലൊന്ന് ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഐക്കൺസ് ഒക്കെ വരും. ഇതിലിവിടെ നിങ്ങൾക്ക് ഒരു ബൈൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി ഒരു QR കോഡ് കാണാനായിട്ട് പറ്റും. ഈ ഒരു സ്കാനർ യൂസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. ഇൻ കേസ് ഇത്തരത്തിൽ സ്കാൻ ചെയ്യുന്നതിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ട്രൈ ബൈൻഡ് നമ്പർ എന്ന് കാണാം. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോടൊരു നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയും. ആ നമ്പർ തേടി നിങ്ങൾ എവിടെയും പോകേണ്ട കാര്യമില്ല. ഈ ഒരു QR കോഡിന് താഴെയായിട്ടൊരു നമ്പർ കാണാനായിട്ട് പറ്റും. അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് ഇൻ കേസ് ഈ ഒരു സ്കാൻ ചെയ്യുന്ന പ്രോസസ്സിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു QR കോഡ് കിട്ടുന്നതിന് വാച്ചിനകത്ത് സിം കാർഡ് നിർബന്ധമാണ്. സിം ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിൽ QR കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. എനിവേ നമുക്കിത് ക്വിക്കായിട്ടൊന്ന് പെയർ ചെയ്യാം. നമ്മൾ സ്കാൻ ചെയ്ത സമയത്ത് തന്നെ ഇത് പെയർ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് പേരൻറ്റിൻ്റെ നെയിം ക്വിക്കായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സെൻഡ് ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഡിവൈസിൻ്റെ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികളുടെ പേരൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം കംപ്ലീറ്റ് എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഇത് സക്സസ്ഫുൾ ആയിട്ട് പെയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോം പേജിലേക്ക് പോകാം. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് കേട്ടോ. ഇവിടെ കോൺടാക്ട്സ് ആഡ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കോൺടാക്ട്സ് ആഡ് ചെയ്യുന്നതിന് ഇവിടെ ചൂസ് എ നെയിം എന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ കസ്റ്റമായിട്ടുള്ള കോൺടാക്ട്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ലെറ്റ്സ് ഡു ദാറ്റ് ലേറ്റർ. ഇവിടെ നമുക്ക് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാദർ എന്നാണെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്പറൊക്കെ ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം നമുക്ക് ആപ്പിൻ്റെ ഇൻ്റർഫേസ് വളരെ ക്വിക്കായിട്ടൊന്ന് പരിചയപ്പെടാം. ഏറ്റവും മുകളിൽ വീഡിയോ കോളിൻ്റെ ഓപ്ഷനാണ്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ കോൾ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ കോൾ വാച്ചിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോൾ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ആസ് എ പേരൻറ്റ് നിങ്ങൾ ആപ്പിൽ നിന്ന് കോൾ ചെയ്യുന്ന സമയത്ത് പിന്നെ കിഡിൻ്റെ വാച്ചിൽ ഇതേപോലെ ഇങ്ങനെ കോളിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അവർക്ക് കോൾ പിക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് പറ്റും. കോൾ പിക്ക് ചെയ്തു, കണ്ടില്ലേ? ഹായ്, ഹൗ ആർ യു? അപ്പോൾ നമ്മുടെ വാച്ചും അതുപോലെ തന്നെ ഈ ഒരു ഫോണും അടുത്ത് വെച്ചത് കൊണ്ട് തന്നെ ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് അപ്പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വോയിസ് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വാച്ചിൽ വീഡിയോ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുക. ഇപ്പോൾ നമ്മുടെ Pixel 7 ഫോണുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് ഫോണിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ വീഡിയോ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്വിച്ച് ചെയ്യാം. ഫോൺ അങ്ങോട്ട് വെച്ച് ഞാൻ വാച്ച് ഇങ്ങോട്ട് വെച്ചൊന്ന് സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ വാച്ചിലാണ് നോക്കിക്കൊണ്ട് സംസാരിക്കുന്നത്. വാച്ചിൽ നല്ല ക്ലിയറിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഫോണിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇപ്പോൾ കുട്ടികളും പേരൻറ്റും തമ്മിൽ ഇത്തരത്തിൽ വീഡിയോ കോൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. കാരണം കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ ട്രാപ്പിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് വീഡിയോ കോൾ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല അങ്ങനെ കുറേ സെറ്റിങ്സ് ഇതിലുണ്ട്. പിന്നെ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് കോൾ ഡിസ്കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ കോൾ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ മ്യൂട്ട് ബട്ടൺ ടാപ്പ് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു എൻഡിൽ വോയിസ് ഒന്നും കേൾക്കുന്നില്ല. നമ്മൾ വീണ്ടും ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ വോയിസ് എൻ്റെ ഫോണിൽ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ കോൾ ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഡിസ്കണക്ട് ചെയ്യാനും
പറ്റും. കുട്ടിയുടെ ഒരു പ്രൊഫൈൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഐക്കൺ കാണാം, അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. നമ്മളിത് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ വാച്ചിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും, ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് വോയിസ് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. ഹായ് പപ്പ, വേർ ആർ യു? അപ്പോൾ ആ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വോയിസ് മെസ്സേജ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരും. ആ ഒരു വോയിസ് മെസ്സേജ് വേണമെങ്കിൽ നമുക്കൊന്ന് പ്ലേ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിതിൽ ഫാമിലി ചാറ്റ് ഗ്രൂപ്പ് എന്ന് കാണാം. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് മെമ്പേഴ്സിനൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ താഴെ നമുക്ക് ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇത് വാച്ച് സെറ്റപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു ലൊക്കേഷൻ കാണിക്കാത്തത്. ഇവിടെ നമുക്ക് നോട്ടിഫൈ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഇതിൽ വരും. കുട്ടികൾ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു നമ്പറും ഏത് നമ്പറിലേക്കാണ് വിളിച്ചത് അതൊക്കെ ഇതിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു മോർ എന്നുള്ള ഐക്കണിൽ ടാപ്പ് ചെയ്താൽ നമ്പർ ഓഫ് ഓപ്ഷൻസ് ആർ ദെയർ. മാനേജ് അക്കൗണ്ട് എന്നുള്ള ബട്ടണിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്മിൻ ആയിട്ടുള്ള പേരൻസിന് പുറമെ ആഡ് ഓൺ ആയിട്ട് ഫാമിലി മെമ്പേഴ്സിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. വാച്ച് കോൺടാക്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ആഡ് കോൺടാക്ട്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫാദർ ആണോ, മദർ ആണോ, ഗ്രാൻഡ് ഫാദർ ആണോ, അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആണോ, ഗ്രാൻഡ് പ ആണോ, ഏതാണ് കസ്റ്റമായിട്ടുള്ള കോൺടാക്ട് ആണെങ്കിൽ അതൊക്കെ ഇതിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് എമർജൻസി കോൾ ഐക്കൺ എന്ന് പറഞ്ഞാൽ അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വാച്ച് ആരെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ കുട്ടിയാണെങ്കിൽ പോലും ഇത്തരത്തിൽ പവർ ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എമർജൻസി നമ്പറിലേക്ക് കോൾ പോകും. നമ്മളിങ്ങനെ ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് എമർജൻസി നമ്പറിലേക്ക് കോൾ വരുന്നതാണ് ഓട്ടോമാറ്റിക് ആയിട്ട്. അത് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, പേരൻസിൻ്റെ നമ്പറൊക്കെ വെച്ചിട്ട് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കളക്ഷൻ ഓഫ് SMS എന്ന് കാണാം. ഇത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ആ ഒരു സിമ്പിൾ വന്നിട്ടുള്ള എല്ലാ SMSും ഇതിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു മോഡ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് വാച്ചിൽ സമയം മാത്രമേ കാണാൻ ഒക്കുകയുള്ളൂ. അതായത് സ്കൂൾ ടൈമൊക്കെ നമുക്ക് ഇതിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. വാച്ചിൽ സിം ഇടുന്നത് കൊണ്ട് തന്നെ അൺനോൺ നമ്പർ എന്നുള്ള കോൾസ് ഒക്കെ നമുക്ക് റിസ്ട്രിക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ സ്ലീപ്പ് ടൈം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾ ഏത് സമയത്ത് ഉണരണം അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ടൈം അതൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓട്ടോ ആൻസർ കോൾസ് എന്ന് പറഞ്ഞാൽ പേരൻസിൻ്റെ നമ്പറിൽ നിന്ന് കോൾ വരുന്ന സമയത്ത് കുട്ടികൾ പിക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ആൻസർ ചെയ്യും. ആ ഒരു ഫംഗ്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. പവർ സേവിംഗ് മോഡ് അവൈലബിൾ ആണ്. ഇത് വാച്ചിൻ്റെ ബാറ്ററിയൊക്കെ സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സൈസ് സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ നമുക്ക് എത്രയാണോ അത് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആ ചുറ്റളവിൽ നിന്നും കുട്ടികൾ വേറെ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. വീടും സ്കൂളൊക്കെ നമുക്ക് അങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആപ്പിൽ കിട്ടുന്നതാണ്. വാച്ച് നഷ്ടപ്പെട്ടാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ലൊക്കേഷൻ റിപ്പോർട്ടിങ്, പിന്നെ വാച്ച് ലോക്ക് ആകും, പ്രൈവസി സെക്യൂരിറ്റി ഉണ്ടാവും. റിംഗ് ടോണിന് മാക്സിമം സൗണ്ടിൽ നമുക്ക് പ്ലേ ചെയ്യാനും പറ്റും. അലാം സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫൈൻഡ് വാച്ച് ഓപ്ഷൻ ഉണ്ട്. റിമോട്ട് വോയിസ് മോണിറ്ററിംഗ് അവൈലബിൾ ആണ്. റിമോട്ട് ക്യാമറ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് ആപ്പുമായിട്ട് ലിങ്ക് ചെയ്യാനും അൺലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ വരുന്നത്. ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് വീഡിയോ കോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ടെക്സ്റ്റ് മെസ്സേജും വോയിസ് മെസ്സേജൊക്കെ നമുക്ക് അയക്കാനും അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അതാണ് ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോയ്സ് എക്സ്പ്ലോറർ എന്ന ഈ ഒരു കിഡിലൻ കിഡ്സ് സ്മാർട്ട് വാച്ചിൻ്റെ ഈ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഓഫർ പ്രൈസിൽ ഈ ഒരു വാച്ച് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. AbdulRasheedMukkam ലിങ്ക്ട്രീയിലും ഇത് പർച്ചേസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീലുകളും ഓഫറുകളും AbdulRasheedMukkam ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിലൂടെയും ഓഫർ കാർട്ട് എന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.